അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ അപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി. 4 ആഴ്ചക്കകം എതിർകക്ഷികൾ മറുപടി നൽകണം. ഭിന്നശേഷിക്കാരുടെ അവസരം ഇല്ലാതാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് ഉദ്യോഗാർത്ഥികളുടെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലാണ് വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ അഭിഭാഷക എങ്ങനെയാണ് അതിനെ എതിർത്തത്? എന്താണ് ഇന്ന് കോടതിയിലുണ്ടായത്? ദിവ്യ, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ അപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയായിരുന്നു കോടതിയുടെ മുന്നിലെത്തിയത്. 4 ആഴ്ചക്കകം എതിർകക്ഷികൾ ഇതിൽ മറുപടി നൽകണമെന്ന് കൂടി സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കലിലേക്ക് സുപ്രീം കോടതി കടക്കുകയുള്ളൂ എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. വിശദമായി വാദം കേൾക്കാമെന്ന് കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ സംവരണം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് ഉദ്യോഗാർത്ഥികളുടെ അഭിഭാഷക പറഞ്ഞിരുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അവരുടെ അവകാശങ്ങൾ അവർക്ക് തന്നെ അത് നൽകണം. അതിനായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരും എന്ന രീതിയിൽ നേരത്തെ തന്നെ വാർത്തകൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോടതിയിൽ ഈ വിഷയം എത്തുകയും ഇതിൽ കോടതി ഒരു ഇടപെടൽ ഇവർ തേടുകയും ചെയ്തത്. എന്തായാലും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വിശദമായിട്ടുള്ള മറുപടി ലഭിച്ചതിന് ശേഷം ഇതിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇതിൽ മറുപടി നൽകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എതിർകക്ഷികൾക്ക് ആ മറുപടി ലഭിച്ചതിന് ശേഷം ഉടൻ തന്നെ സുപ്രീം കോടതി വാദം കേൾക്കും.